നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഐഫോണാണ്, അതിൽ റൺ ചെയ്യുന്ന OS iOS 26 ആണ്. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഇതുവരെ ഈ ഒരു ഹോം സ്ക്രീൻ ഇതുപോലെ കസ്റ്റമൈസ് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങളുടെ ഫോൺ ഇപ്പോഴും ഇതുപോലെ നോർമൽ രീതിയിലാണ് കിടക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ടിലുള്ള വാൾപേപ്പർ അങ്ങ് മാറ്റുക. ഇത് ഡിഫോൾട്ടായിട്ട് വരുന്ന വാൾപേപ്പറാണ്. നമ്മളുടെ ഫോൺ നമ്മളുടെ പേഴ്സണാലിറ്റിയാണ്. പണ്ടൊക്കെ ഷൂ നോക്കിയാണ് പേഴ്സണാലിറ്റി പറയുന്നതെങ്കിൽ ഇപ്പോൾ അതല്ല, ഫോൺ നോക്കിയാണ് പേഴ്സണാലിറ്റിയൊക്കെ പറയുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിംഗ്സ് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ വാൾപേപ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വാൾപേപ്പർ അതിൽ ടാപ്പ് ചെയ്തിട്ട് വാൾപേപ്പർ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. വാൾപേപ്പർ എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, എങ്ങനെ കിട്ടും എന്നറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ബയോയിലുള്ള ചാനൽ ലിങ്കിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വാൾപേപ്പേഴ്സിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഏതെങ്കിലും ഒരു വീഡിയോ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ ഈ വാൾപേപ്പേഴ്സിൻ്റെ ലിങ്ക് അവിടെ കാണാൻ സാധിക്കും. ഇഷ്ടമുള്ളൊരു വാൾപേപ്പർ ചേഞ്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ വരുന്നതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. പക്ഷേ ഇത് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആകുന്നത് ജസ്റ്റ് ഹോം സ്ക്രീനിൽ ഇപ്പോൾ കാണിച്ച പോലെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക. ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു എഡിറ്റ് ബട്ടൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഈ രണ്ടാമത്തെ ഓപ്ഷൻ അതിൽ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ താഴെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിൽ ഈ ഫസ്റ്റ് കാണുന്നതാണ് നമ്മുടെ ഡിഫോൾട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെയുള്ള ഡാർക്ക് മോഡാണ്. ഡാർക്ക് മോഡിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പം ഐക്കൺസ് എല്ലാം ഡാർക്കിലേക്ക് മാറും എന്നുള്ളതാണ്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന വാൾപേപ്പേഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനും കൂട്ടാനും ഇവിടെ ഒരു സൂര്യൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്യുന്നതനുസരിച്ച് വാൾപേപ്പർ ഡിം ആക്കാനും ലൈറ്റ് ആക്കാനും സാധിക്കുന്നതാണ്. ഇനി ഇതിന് പാരലായിട്ട് നോക്കിയാൽ നമുക്ക് ഐക്കൺസിൻ്റെ സൈസ് മാറ്റാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്താൽ ലാർജർ ഐക്കൺസ്, വീണ്ടും ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്മോളർ ഐക്കൺസ് ലഭിക്കുന്നതാണ്. ഇതിന് പുറമെ നിങ്ങൾ യൂസ് ചെയ്യുന്ന വാൾപേപ്പേഴ്സിന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിൽ ആ ഒരു ഗ്ലാസ് രീതിയിലുള്ള ഐക്കൺസ് ലഭിക്കാൻ നമുക്ക് ടിൻറ്റഡ് ആൻഡ് ക്ലിയർ എന്ന് പറഞ്ഞ 2 എക്സ്ട്രാ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്ന 2 ഇതിൽ ഈ ക്ലിയർ ഓപ്ഷനിൽ അല്ലെങ്കിൽ ടിൻറ്റഡ് ഓപ്ഷനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരു കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് ഐക്കൺസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഇൻറ്റൻസിറ്റി കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി തൊട്ടപ്പുറത്തുള്ള ക്ലിയർ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് വാൾപേപ്പറാണോ ആ ഒരു വാൾപേപ്പറിൻ്റെ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളുടെ ഐക്കൺസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഐഫോൺ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ ഡിവൈസിൻ്റെ പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് ഇന്ന് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക.